പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ക്രിസ്തീയ ജീവിതത്തെ പറ്റി ബൈബിൾ പുതിയ നിയമത്തിൽ തന്നെ നമ്മളെ പറ്റി തന്നെ പല സാദൃശ്യങ്ങളാക്കി കർത്താവ് അവതരിപ്പിക്കുന്നുണ്ടല്ലേ. നമ്മള് കർത്താവിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മണവാട്ടിയായിട്ടും അതുപോലെ തന്നെ നമ്മളെ കർഷകനായിട്ടും അല്ലെ, ഒരു കർഷകനായിട്ടും ബൈബിളിൽ ഉപമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോൾജിയർ ആയിട്ട്, സ്റ്റുഡന്റ് ആയിട്ട്, അതുപോലെ തന്നെ ബ്രാഞ്ചസ്, കൊമ്പുകളായിട്ട് നമ്മളെ ഉപമിക്കുന്നുണ്ട്. പൗരന്മാരായിട്ട്, സ്വർഗീയ പൗരന്മാരായിട്ട് നമ്മളെ, അതുപോലെ മക്കളായിട്ട്. പക്ഷെ ഈ 3-ാം അധ്യായത്തില് അതിന്റെ 12 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ ഇവിടെ ഒരു ഓട്ടം ഓടുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ ലൈഫ്, നമ്മൾ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ലൈഫാണല്ലോ. അപ്പോ ആ ജീവിതത്തെ പറ്റി പല രീതിയിൽ തന്നെ ബൈബിളിൽ പല കാഴ്ചപ്പാടുകളിൽ ബൈബിൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് പൗലോസ് പറയുന്നത്. 12-ാമത്തെ വാക്യം, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒരു റേസ് ആണല്ലോ, ഒരു ഓട്ടമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പൗലോസ് ഈ ക്രിസ്തീയ ജീവിതത്തിനെ നമുക്കിവിടെ പൗലോസ് ഈ ബൈബിൾ വാക്യങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാരത്തോണായിട്ട് നമുക്ക് കാണാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് ആ വീണ്ടും ജനനം നടക്കുന്ന ആ ടൈം, ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുന്ന ടൈമാണ് റീബർത്ത്. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാക്ക് എന്താണ്? ഫെയ്ത്ത് ആണ്, വിശ്വാസമാണ് ട്രാക്ക്. ഓടുന്ന പാത എന്ന് പറഞ്ഞ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ഓട്ടം ഓടുന്നത്. അതുപോലെ തന്നെ റൂളുണ്ടോ? റൂൾ റെഗുലേഷൻസ്. എപ്പോഴും ഒരു ബോർഡർ ഉണ്ട്, വചനത്തിന്റെ ഒരു ബോർഡർ നമ്മുടെ സൈഡിൽ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. വചനത്തിന്റെ ബോർഡർ കഴിഞ്ഞ് കളഞ്ഞു ഓടാൻ പറ്റത്തില്ല, എങ്ങോട്ടെങ്കിലും ഓടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ലെഫ്റ്റിലും സൈഡിലും റൈറ്റിലും ആയിട്ട് ഒരു വര വരച്ചിട്ടുണ്ട്, വചനത്തിന്റെ ഒരു ബോർഡർ. അതുപോലെ തന്നെ പ്രോഗ്രസ് ഉണ്ട്, പുരോഗതി ഉണ്ട്. അതെന്താണ്? ഓട്ടത്തിന്റെ ആ ഒരു പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അനുസരണം കൂടി വരുന്നതാണ്. അതാണ് പ്രോഗ്രസ്, പുരോഗതി. എത്രത്തോളം ആ ഓട്ടം സ്പീഡുള്ളതായി, ആ അനുസരണം എത്രത്തോളം ക്രിസ്തുവിനെ നോക്കി ഓടാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്, അത് കർത്താവാണ്. ഇപ്പൊ ആ മാരത്തോൺ തുടങ്ങുന്നത് നമ്മുടെ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിശ്വാസം എന്ന പാതയിലൂടെ വചനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വചനമാണ്. അതുപോലെ ഒബീഡിയൻസ് ആണ് അതിന്റെ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചെന്ന് നിൽക്കുന്നത് എവിടാണ്? അത് ഈ മാരത്തോൺ അവസാനിക്കുന്നത് എവിടാന്ന് അറിയാം. ഈ വിശ്വാസികളെല്ലാം ഈ മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കുക. ഇത് അവസാനിക്കുന്നത് കർത്താവിന്റെ 2-ാം വരവിനാണ്. അതുവരെയും എല്ലാവരും ഈ മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പ്രൈസും ഉണ്ട്, റിവാർഡുണ്ട്. നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു റിവാർഡുണ്ട്. ഈ ഓട്ടത്തിനൊക്കെ ഒരു റിവാർഡ് ദൈവം വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പലരേക്കാളും നന്നായി ഓടുന്നവരുണ്ട്, ചിലവർ ക്ഷീണിച്ച് ഓടുന്നവരുണ്ട്, ചിലവര് ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് ഈ മാരത്തോണിന് അത് ഭയങ്കര കമ്മിറ്റ്മെന്റ് കൊടുത്ത് ഓടുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പലരും ഈ മാരത്തോൺ ഓട്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ട്രാക്ക് ഉണ്ട്, വിശ്വാസം എന്ന അതുപോലെ തന്നെ വചനം എന്ന റൂൾസും റെഗുലേഷൻസും ഉണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലൈനിൽ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാക്കിൽ വല്ലതും ഉണ്ടോ, നമ്മൾ ഈ ഓട്ടം വല്ലതും അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഓടി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, പകുതി വെച്ച് സ്ലോ ആയിട്ട് ഓഡിയൻസിനെയൊക്കെ നോക്കി ഗാലറി നോക്കി നിൽക്കുവാണോ? ഗാലറി നോക്കി നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സ്ലോ ആകും. അല്ലെങ്കിൽ ആരെയും അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഗാലറിയിൽ നിന്ന് കളിയാക്കുന്നത് നോക്കി അവനെ നോക്കി രണ്ട് പറഞ്ഞിട്ട് ഓടാം എന്നുള്ള രീതിയിൽ നിൽക്കുവാണോ? അങ്ങനെ നിൽക്കുവാണേലും നമ്മൾ ലേറ്റ് ആവും. എങ്ങനെയൊക്കെ പോയാലും ആ ഗാലറിയിൽ അല്ലെങ്കിൽ ട്രാക്കിൽ ഓടുമ്പോൾ ആ ഫോക്കസ് ആയ, ഫിനിഷിംഗ് പോയിന്റ് ആയ ക്രിസ്തുവിനെ നോക്കി ആ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് നഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ താമസിക്കും, നമ്മൾ ഡിലേ ആവും. നമ്മളെക്കാൾ മുന്നിൽ ആൾക്കാർ ഓടാൻ നിൽക്കുകയാണ്. മത്സരമല്ല ഇത്. ഞാൻ അതിനെ ഒരു മാരത്തോണിന്റെ സാദൃശ്യമായി പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ അതിനൊരു നമ്മളെയൊക്കെ ഓടുമാറാക്കുന്ന കർത്താവിന്റെ കൃപയാണ്. പക്ഷെ നമ്മളായിട്ട് ഡിലേ വരുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? ഗാലറി നോക്കി ആൾക്കാരോട് സംസാരിച്ചിരിക്കുന്നതും, ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും സൈഡിൽ ഭയങ്കര ഒരു എന്താ പറയുക, കച്ചവടക്കാരൻ ഫ്രൂട്ടിയും പെപ്സിയും അങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ അവൻ പെട്ടെന്ന് വിശപ്പ് തോന്നി, ഇത് ഇച്ചിരി താമസിച്ചോടാ, അല്ലെങ്കിൽ നേരിച്ച് സൈഡിലൊന്ന് സ്ലോ ആക്കിയിട്ട് ആ വെള്ളമൊക്കെ കുടിച്ചു. അപ്പൊ മൊത്തത്തിൽ ഡിലേ ആകുകയാണ്. ഓട്ടം ഡിലേ ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് പിശാച് ഇങ്ങനെ സൈഡിൽ നിൽപ്പുണ്ട്. നമ്മുടെ സൈഡുകളിൽ ആ ട്രാക്കിന്റെ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട്, നമ്മുടെ ഓട്ടം ഡിലേ ആക്കാനായിട്ട്. ഗാലറി ഇരുന്ന് ചീത്ത വിളിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഒരു ബന്ധമില്ലാത്ത അവിശ്വാസികളായിരിക്കും. ഗാലറി കുറെ ആൾക്കാർ എന്തായാലും നിൽപ്പുണ്ട്. പക്ഷെ നമ്മുടെ ഓട്ടം എങ്ങോട്ടാണ്? കർത്താവിനെ നോക്കിയാണ്. അതുപോലെ തന്നെ എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തില്
രണ്ടാമത്തെ വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി. അതിന് മുമ്പുള്ള വാക്യം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നോക്കി ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. ഈ ഓട്ടം ഓടാൻ പറയുന്നത് സാക്ഷിയുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റിനുമുണ്ട്. അവര് നമ്മളെ എന്തിനാ നിൽക്കുന്നത്? നമ്മളെ അളക്കാനല്ല നിൽക്കുന്നത്, നമ്മളെ എൻകറേജ് ചെയ്യാനാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ആ സാക്ഷിയുടെ വലിയ സമൂഹമാണ് 11-ാം അധ്യായം മുഴുവനും നമ്മൾ കാണുന്ന ഒരു സമൂഹം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഈ വിശ്വാസത്താൽ തന്നെ സാക്ഷ്യം ലഭിച്ച ഒരു സമൂഹം നമ്മുടെ ചുറ്റിനും നിപ്പുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ സമൂഹം നമ്മളെ എൻകറേജ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് വിശ്വാസത്താൽ കാണാൻ കഴിയും. അപ്പം രണ്ടാമത്തെ വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടുക. നമ്മുടെ ഓട്ടം ആരെ നോക്കിയാണ്? യേശുവിനെ നോക്കുക. നമ്മുടെ ഓട്ടം യേശുവിനെ നോക്കി ആയിരിക്കണം. ആ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടരുത്. ഗാലറിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പലർക്കും പറ്റിപ്പോകുന്ന ഇതാണ്, ഓട്ടം മറന്ന് ആ ഫോക്കസ് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും, അവിടെ ഡിലേ സംഭവിക്കും. വീണ്ടും ജനിക്കുന്ന ആത്മാവ് നമുക്ക് നൽകുന്ന ആ വീണ്ടും ജനത്തിൽ ആത്മാവ് നമ്മളിൽ വന്നിട്ട് നമ്മളെ വലിച്ചോണ്ട് പോകുന്ന ഈ ട്രാക്കിലോട്ടാണ്, ക്രിസ്തുവിന്റെ ലൈഫിലേക്കാണ് നമ്മളെ അട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ വീണ്ടും ജനം നടന്ന ഉടനെ നമുക്കുണ്ടാകുന്ന നമ്മുടെ കണ്ണ് ഓപ്പൺ ആയി, നമ്മൾ ക്രിസ്തുവിന്റെ ലൈഫ് കാണുന്നു, നമ്മൾ അട്രാക്റ്റഡ് ആവുന്നു, ക്രിസ്തുവിനോട് ഒരു ഭയങ്കര സ്നേഹം തോന്നുന്നു, നമ്മൾ ആ ലൈനിലേക്ക് ചെന്ന് നിൽക്കുന്നു, ഓടാൻ തുടങ്ങുന്നു. ഇതാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഫുള്ള് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളിൽ ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിംഗ് പോയി ആ റീജനറേഷന്റെ ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഈ ഓട്ടത്തിന് പൗലോസ് പറയുന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്, അതിലേക്ക് നമുക്കൊന്ന് പോകാം. അതിന്റെ ഫിലിപ്പിയർ എഴുതിയ ലേഖനം തന്നെ 3:10. അതിനു മുമ്പ് വാക്യം ഒന്ന് വായിക്കാം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഇപ്പൊ എങ്ങനെ ഈ ഓട്ടം ഓടാം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു സംശയം തന്നെയാണ്. എങ്ങനെയാണ് ഈ ഓട്ടം ഓടേണ്ടത് എന്നുള്ളത് പൗലോസ് ഇതിനെ പറയുന്നത് ലാസ്റ്റ് വാക്യങ്ങളിലേക്ക് വരും. 11-ന്റെ അവസാനത്തെ വാക്യം വരുമ്പോൾ ഈ ഓട്ടം ഓടണമെങ്കിൽ ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു എന്നാ പറയുന്നത്. അതായത് നമ്മുടെ പ്രയോറിറ്റീസ് എല്ലാം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റീസ് എല്ലാം പ്രയോറിറ്റി എന്തിനു കൊടുക്കണം? ക്രിസ്തുവിന്റെ ഈ ഓട്ടത്തിന് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രയോറിറ്റി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിലേ വരും. കാരണം ഓട്ടം എന്നുള്ള കോൺഷ്യസ്നസ് നമുക്ക് നഷ്ടപ്പെട്ടു. പ്രയോറിറ്റി എന്റെ ഇഷ്ടമല്ല, എന്റെ ആഗ്രഹങ്ങളല്ല, എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളും ഒന്നുമല്ല, ക്രിസ്തുവിന്റെ ലൈഫാണ്. എനിക്ക് കിട്ടേണ്ട ഈ പ്രയോറിറ്റീസ് ഒക്കെ എന്താണ്? പൗലോസ് പറയുന്നതാണ്, ഇതെല്ലാം ഞാൻ ചവറ് എന്ന് എണ്ണുന്നു. എപ്പോഴാണ് ചവറ് എന്ന് എണ്ണുന്നത്? താൻ എവിടെ ഇരിക്കുന്നത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം താൻ എഴുതുമ്പോൾ താൻ ജയിലില്ല. ക്രിസ്തുവിനെ നോക്കി ഓടുന്ന ഓട്ടം നിമിത്തം തനിക്ക് കിട്ടാനുള്ള നീതി എല്ലാം താൻ ചവറ് എന്ന് എണ്ണുകയാണ്. അത് മരണത്തിനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സന്തോഷമെന്ന് എണ്ണുകയാണ്. ക്രിസ്തു നിമിത്തം ലാഭമായതൊക്കെ നഷ്ടമെന്നും നഷ്ടമായതൊക്കെ ലാഭമെന്നും എണ്ണുകയാണ്. ഈ നഷ്ടപ്പെടുന്ന എല്ലാ ലാഭമാണ് ക്രിസ്തു നിമിത്തം ഗെയിൻ എന്നാണ് പറയുന്നത്. അപ്പൊ പ്രയോറിറ്റീസ് നമ്മുടെ എല്ലാ എന്തുകൊണ്ട് ഇന്നത്തെ യൗവനക്കാർക്കും ആ ഒരു യൗവനമായാൽ തന്നെയും പ്രായമായാൽ തന്നെയും എന്തുകൊണ്ട് ആ ക്രിസ്തുവിന്റെ ലൈഫിലേക്ക് ഓടാൻ കഴിയുന്നില്ല? കാരണം യൗവനത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന, എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊന്നും ആർക്കും അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ ടെംപ്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്, കാരണം ഞാൻ ഇച്ചിരി യൗവനമായതുകൊണ്ട്. എന്നാലും പ്രായം വരുമ്പോൾ ഈ ഗെയിമിനൊക്കെ അഡിക്റ്റഡ് ആവാൻ വല്ല സാധ്യത കുറവാണ്, അല്ലെ? ഗെയിം ഒന്നും കളിക്കണം, ഈ പ്രായത്തിലാണോ ഗെയിം, അല്ലെ ഈ പ്രായത്തിലാണോ ഈ ഫുഡ് കഴിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. പക്ഷെ യൗവന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം, ജോലി, പണം ഉണ്ടാക്കൽ, അങ്ങനെ പല പല പ്രയോറിറ്റീസ് ഉണ്ട്. ജീവിതത്തിന്റെ ഒരുപാട് ഇഷ്ടങ്ങളുടെ പുറകിലാണ് യൗവനത്തിലെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഇതെല്ലാം ചവറന്നെണ്ണി ക്രിസ്തുവിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. അത് പാടുള്ള കാര്യമാണ്. പക്ഷെ കർത്താവിന്റെ ജീവനാൽ നമുക്ക് അതെല്ലാം സാധ്യമാകും. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ഓട്ടം ഓടാൻ കഴിയത്തുള്ളൂ. 10-ാമത്തെ വാക്യം നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എങ്ങനെയാണ് അറിയോ? That I may know him and the power of his resurrection and may share his sufferings, becoming like him in his death എന്നാണ് പറയുന്നത്. അതായത് മലയാളത്തിലേക്ക് കുറച്ചുകൂടെ ആ അർത്ഥം മനസ്സിലാക്കാൻ, അതായത് അവനെ അറിയേണ്ടതിന് വേണ്ടി, that I may know him. എവിടെ വെച്ചാൽ പറയുന്നത് അറിയേണ്ടതിന് വേണ്ടിയെന്ന്? ജീവിതത്തിന്റെ അവസാന കാലഘട്ടമായി, ഓട്ടമൊക്കെ തികയ്ക്കാറായി, ജയിലിൽ കിടക്കുക. അപ്പോഴാ പറയാൻ ഇനിയും ഞാൻ അവനെ അറിയാനുണ്ട്, അറിയേണ്ടതിന് വേണ്ടി എന്നാണ് പറയുന്നത്. ഇനിയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ ഞാൻ അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ തന്റെ ഭൗതിക തലത്തിൽ താൻ ചിന്തിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ തോറ്റുപോയി, അവർ ജയിലിലായി,
പലതരത്തിലുള്ള കൺഫ്യൂഷൻസ്, ജഡത്തിൽ ഒരുപാട് വേദന, ഏക്കം, അങ്ങനെ പല കാര്യങ്ങൾ കാണും. പക്ഷെ അതൊന്നും അല്ല താൻ ചിന്തിക്കുന്നത്. താൻ ചിന്തിക്കുന്നത് ഇനിയും തന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള നഷ്ടബോധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെയും ചവറെന്നെണ്ണിയിട്ട് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിക്കാനും വേണ്ടിയുള്ള ഒരു പരവേശം, ഒരു ദാഹം. ആ ദാഹമാണ് നമ്മൾ പൗലോസിലെ കാണുന്നത്. അത് ഭയങ്കര മനോഹരമാണ്. പൗലോസ് അത് പറയുന്നത് അവനെ അറിയാനും വേണ്ടിയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്താണെന്ന് ഞാൻ അറിയേണ്ടതിന് വേണ്ടി ഇനിയും അവന്റെ കഷ്ടാനുഭവങ്ങളിലൂടെയും അവന്റെ മരണത്തിലൂടെയും ഞാൻ കടക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും ആ ഹോപ്പ് ക്രിസ്തുവിലേക്കാണ്, ക്രിസ്തുവിന്റെ ലൈഫിലേക്കാണ്, ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയിലേക്കാണ് നോക്കുന്നത്. അപ്പോ അവിടെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിലേക്ക് നോക്കുന്നതിന് മുമ്പ് അവിടെ ഒരു മരണമുണ്ട്, ജഡത്തിന്റെ ഉപേക്ഷയുണ്ട്. ആ ഉപേക്ഷയാണ് ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയിലേക്ക് കൊണ്ടുപോകുന്നത്. പൗലോസ് തന്നെ ഉപേക്ഷിക്കുകയാണ്, തന്റെ ജഡത്തിന്റെ എല്ലാ പ്രയോറിറ്റീസും ഉപേക്ഷിക്കുകയാണ്, അബാൻഡൻ ചെയ്യുകയാണ്, തന്നെ ഉപേക്ഷിക്കുകയാണ്. ഞാൻ കാര്യം പറയട്ടെ, ഞാനായാലും നമ്മൾ ഓരോരുത്തരായാലും നമ്മളെ തന്നെ ഉപേക്ഷിക്കാതെ നമുക്ക് ഒരിക്കലും ക്രിസ്തുവിൽ വളരാനോ ആ പരിജ്ഞാനത്തിന്റെ ഓട്ടം നടത്തുവാനോ കഴിയുകയില്ല. നമ്മുടെ മറ്റ് പ്രയോറിറ്റീസ് കളയാതെ, നമ്മൾ കൂടുതൽ എൻഗേജഡ് ആയിരിക്കുന്ന കാര്യം മാറ്റി വെക്കാതെ, നമുക്ക് ക്രിസ്തുവിൽ വളരണം എന്നും പറഞ്ഞ് രാപകലെ പ്രാർത്ഥിച്ച് കരയൊക്കെ ചെയ്തിട്ട് ഉപവാസമൊക്കെ പ്രാർത്ഥിച്ച് ഒരു കാര്യമില്ല. ഞാൻ രാവിലെ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്, ഉപവസിക്കുകയാണ്, ക്രിസ്തുവിന്റെ ലൈഫ് വരണം, കർത്താവ് എന്നെ കൊണ്ട് സാധ്യത്തില്ല, നിന്നെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അതൊക്കെ ശരിയാണ്. പക്ഷെ നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ നീ എന്റെ ക്രൂശിലേക്ക് വരുന്നില്ലല്ലോ, നീ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ. നമ്മളെ ഉപേക്ഷിക്കേണ്ട ഒരു ഘടകം നമ്മളിലുണ്ട്. അത് നമ്മളെ തന്നെ ഉപേക്ഷിച്ചാലേ നമുക്ക് ആ ക്രിസ്തുവിന്റെ ലൈഫിലേക്ക് പോകുവാനും നമ്മുടെ എല്ലാ പ്രയോറിറ്റീസും ചവറന്ന് എണ്ണിയാലേ നമുക്ക് ക്രിസ്തുവിനെ കാണുവാനും കഴിയുന്നത്. കാരണം ഞാൻ എന്റെ അടുത്ത് വെച്ചിട്ട് ക്രിസ്തുവിനെയും കൂടെ നേടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ നടക്കത്തില്ല, രണ്ടും ഒരിക്കലും നടക്കത്തില്ല. അതുപോലെ തന്നെ പൗലോസ് പറയുന്നത് ഇനിയും ഞാൻ ഓടാറുണ്ടെന്നാ പറയുന്നത്. 12ാമത്തെ വാക്യം പറയുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും അവനെ പിടിക്കാവോ എന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഇപ്പൊ ലഭിച്ചു എന്ന് കരുതുന്നില്ല. ഇപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിന്റെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് മതിയെന്ന് തോന്നത്തില്ല. ഇനിയും എന്നേ പറഞ്ഞേ വരത്തുള്ളൂ. ഇപ്പൊ കർത്താവിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാവങ്ങളെ കാണാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ പലപ്പോഴും ആൾക്കാർ ഭയങ്കര ഓക്കെയാണ്, ഞാൻ ഇനി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കുന്നത് കർത്താവിനെ കാണാൻ കഴിയാത്തതുകൊണ്ടും അവർ ക്രിസ്തുവിൽ നിന്ന് ഭയങ്കര അകലെ നിൽക്കുന്നതുകൊണ്ടാണ്. ഈ ക്രിസ്തു എന്ന ഭയങ്കര മാനസികമായിട്ടുള്ള വെളിച്ചത്തിനോട് അടുക്കും തോറും നമ്മുടെ ഉള്ളിൽ ആ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ എക്സ്റേയുടെ ലൈറ്റ് നമ്മുടെ ഉള്ളിൽ ആ എല്ലൊക്കെ തെളിഞ്ഞ് കാണിക്കത്തില്ലേ, അതുപോലെ തന്നെ ആ ലൈറ്റ് നമ്മുടെ ഉള്ളിൽ നിഗൂഢമായിരിക്കുന്നതെല്ലാം പുറത്തു കൊണ്ടുവരും. നിഗൂഢമായി നമ്മൾ പോലും കാണാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എക്സ്റേ എടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ എല്ലിന് പൊട്ടലൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. നമുക്ക് നോക്കിയാൽ കാണാനൊന്നും കഴിയത്തില്ല. ആ ലൈറ്റ്, എക്സ്റേ ലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് പതിയുകയാണത്. അതുപോലെ ക്രിസ്തുവിന്റെ വെളിച്ചം അവനോട് അടുക്കുന്തോറും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ അകത്തുള്ളതൊക്കെ പുറത്ത് കാണുന്നു. എത്ര വികൃതമാണ്, ഇനിയും എത്രത്തോളം ഓടേണ്ടതായിട്ടുണ്ട്, ഇനിയും എന്നെ തന്നെ എത്രത്തോളം പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പൗലോസ് പറയുന്നത് ഞാൻ പ്രസ് ചെയ്യുന്നു എന്നാ പറയുന്നത്. ഐ പ്രസ് ഓൺ ടു മേക്ക് ഇറ്റ് മൈ ഓൺ എന്നാ പറയുന്നത്. ഞാൻ എന്നെ തന്നെ പ്രസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഇതെനിക്ക് സ്വന്തമാക്കേണ്ടതിന് വേണ്ടി, ക്രിസ്തുവിനെ സ്വന്തമാക്കേണ്ടതിന് വേണ്ടി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ചിന്തിക്കാൻ ഒരു കാര്യം, ഇത് നമ്മുടെ എഫേർട്ടിനാൽ നൽകുന്ന ഒരു കാര്യമാണോ? എഫേർട്ടിനാൽ നടക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ വിശുദ്ധീകരണത്തിന് പ്രവൃത്തി ആവശ്യമാണോ? എന്ത് പറയുന്നു? വിശുദ്ധീകരണത്തിന് പ്രവൃത്തി വേണോ? അതെ, പ്രവൃത്തി വേണം. കാരണം ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. പ്രവൃത്തി വേണം. കാരണം നമ്മൾക്ക് ഓട്ടം വെച്ചിരിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം അല്ലാതെ ഓടാനല്ല, നമ്മൾ മനഃപൂർവ്വം തന്നെ ഓടാനാ. നമ്മൾ ബോധമില്ലാത്തവരെ പോലെ ഓടാനല്ല കർത്താവ്, നമ്മൾ റോബോട്ടിനെ പോലെ അല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും കർത്താവിന്റെ ലൈഫ് ആഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനാണ് നമുക്ക് റിവാർഡ് വെച്ചിരിക്കുന്നത്. ഒരു പണിയും ചെയ്യാതെ അവിടെ ചെന്നിട്ട് റിവാർഡ് വാങ്ങിക്കാമെന്ന് നമ്മൾ ആരും വിചാരിക്കണ്ട, അത് നടക്കത്തില്ല. ഒരു വർക്ക് ഉണ്ട്, ആ വർക്ക് വരുന്നത്, ആ പ്രവൃത്തി വരുന്നത് ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നമുക്കൊരു പ്രവൃത്തി ഉണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ആ പ്രവർത്തിക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എന്ന് വെച്ച് ആരെയും എപ്പോഴേലും കർത്താവ് പ്രവർത്തിക്കട്ടെ എന്നും പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. റീജനറേഷൻ നടന്നൊരു വ്യക്തിക്ക് തുടർമാനമുള്ള ഒരു ദാഹം കാണും ക്രിസ്തുവിന്റെ ലൈഫിനോട്. ആ ദാഹവും റീജനറേഷൻ നടന്നുകൊണ്ടാണ്, അവന്റെ പ്രവൃത്തി ആദ്യമേ നടന്നുകൊണ്ടാണ്. പക്ഷെ ഒരു ദാഹം കാണും. ഈ ദാഹവും ഞെരുക്കമാണ് നമ്മുടെ ഹോപ്പ്, നമ്മുടെ ഞെരുക്കമാണ്. ഈ പ്രത്യാശയിലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഞെരുക്കമാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുന്നുള്ളതിന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ത്വരയാണ് ക്രിസ്തുവിന്റെ ലൈഫിലേക്ക് എങ്ങനെയും എത്താനുള്ള ഒരു വല്ലവിധേനയും അവനെ പിടിക്കാനുള്ള ഒരു ഓട്ടമാണ്. വല്ലവിധേനയും. ഇപ്പം ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന്
എപ്പോഴും ദൈവം വിശുദ്ധീകരണം നടക്കുന്നത് സോൾ ലെവൽ, അതായത് നമ്മുടെ സോൾ ലെവലിൽ ഒരു വർക്കും നടക്കുന്നുണ്ട്, ആത്മീയമായ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ആദ്യം നടക്കുന്നത് ദൈവത്തിന്റെ വർക്കാണ്. സോൾ ലെവലിൽ നമ്മൾ ഈ വർക്കിനകത്ത് ഇടപെടുന്നുണ്ട്. കാരണം ഈ ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ സോളിലേക്ക് സ്പ്രെഡായി അങ്ങനെയാണ് പോകുന്നത്. രക്ഷകരമാണ്. ആ സോളാണ് ആദ്യം പെട്ടെന്ന്, സോളിനെയാണ് ആത്മാവ് കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് വിശുദ്ധീകരണത്തിന്റെ തലത്തിലാണ്. ക്രിസ്തുവിന്റെ ലൈഫ് ഈ സോളിനെ അടുപ്പിക്കുകയാണ് ക്രിസ്തുവിന്റെ ലൈഫിലേക്ക്. എന്റെ ലൈഫായിരുന്നു ഈ സോൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ സോള് ക്രിസ്തുവിന്റെ ലൈഫ് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ ജീവൻ അന്വേഷിക്കണം, മനസ്സ് അന്വേഷിക്കണം. അതാണ് നമ്മുടെ വിശുദ്ധീകരണം. ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം, ക്രിസ്തുവിന്റെ ലൈഫ് അന്വേഷിക്കാനുള്ള ഒരു മൈൻഡ്. ഈ മൈൻഡിലൂടെയാണ് ഇത് മൈൻഡ് ഇങ്ങനെ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡായിട്ട് മാറും. അതായത് ക്രിസ്തുവിന്റെ മൈൻഡ് എങ്ങനെയായിരുന്നോ ആ മൈൻഡ് തന്നെയായി മാറും. ക്രിസ്തുവിന്റെ മൈൻഡ് എങ്ങനെയായിരുന്നു? പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് ഒരു ചെറിയ ഡൈവേർഷൻ പോലും ഇല്ലായിരുന്നു. ഒരു ചെറിയ ഡൈവേർഷൻ പോലും, സെക്കൻഡ് ഡൈവേർഷൻ പോലും ഇല്ലായിരുന്നു. നമുക്ക് ഒരുപാട് ഡൈവേർഷൻസ് ഉണ്ട്, കാരണം നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിലൂടെ ഇരിക്കുന്നതുകൊണ്ട്. പക്ഷെ ഈ വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ ആ മൈൻഡ് ക്രിസ്തുവിനോട് കൂടെ ഒട്ടിച്ചു ഓരോ ദിവസവും ആ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. ഈ പരിജ്ഞാനത്തിന്റെ ഓടുമ്പോഴാണ് നമ്മൾ ആ വിശുദ്ധീകരണത്തിലൂടെ ഓരോ ദിവസവും കടന്ന് എന്റെ പ്രയോറിറ്റീസ് എല്ലാം മാറി പിതാവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പുത്രൻ പറഞ്ഞതുപോലെ പിതാവിന്റെ ഇഷ്ടം മാത്രം നടക്കട്ടെ, എന്റെ ഇഷ്ടമല്ല കർത്താവേ നിന്റെ ഇഷ്ടം മാത്രം നടക്കട്ടെ എന്ന് പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ബുദ്ധി കൊണ്ട് അത് പറയുന്നുണ്ട്, പക്ഷെ പ്രാണന്റെ തലത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട്. അത് നമ്മൾ ഈ വിശുദ്ധീകരണത്തിന്റെ തലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പം 12ാമത്തെ വാക്യം പറയുന്നു, ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത്, Not that I have already obtained this or am already perfect, but I press on to make it my own. But I press എന്നാ പറയുന്നത്. അതായത് എന്റെ ഒരു വർക്കാണ് പ്രസ്. ഞാൻ എന്നെ തന്നെ പ്രസ് ചെയ്യുന്നു എന്റെ കർത്താവിലേക്ക്, ക്രിസ്തുവിലേക്ക് നോക്കുവാൻ എന്നെ തന്നെ പ്രസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഞാൻ പ്രസ് ചെയ്യുന്നത്? ബിക്കോസ് Christ Jesus has made me his own. അവൻ എന്നെ സ്വന്തമാക്കിയത് കൊണ്ട്, അവൻ എന്നെ പിടിച്ചതുകൊണ്ട്, അവൻ എന്നെ നേടിയതുകൊണ്ട് ഞാനും നേടാവെന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കും. അതെന്താണ്? നേടിയെങ്കിൽ പിന്നെന്തിനാ ഞാൻ നേടാവെന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത്? നേടിയെന്നുള്ളത് നിത്യമായ തലത്തിലാണ്. പക്ഷെ ഫങ്ഷണലി നമ്മൾ ഇത് നിത്യമായത്, കാണാത്തത്, കാഴ്ചയാൽ നമുക്ക് കാണാൻ കഴിയാത്തത്, നമ്മുടെ ജഡത്താൽ അനുഭവിക്കാൻ കഴിയാത്തത്, വിശ്വാസത്താൽ അന്വേഷിക്കാനുള്ള ഒരു ഫെയ്ത്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഓട്ടമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഓടുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. അപ്പൊ ഇത് കാഴ്ചയാൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല, നമുക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷെ വിശ്വാസത്താൽ നമ്മൾ ഇതിലേക്ക് കടക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പൗലോസിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പൗലോസ് പൂർണ്ണമായി എൻഗേജ്ഡ് ആയിരുന്നത്, പൂർണ്ണമായും കോൺഷ്യസ് ആയിരുന്നത് തന്റെ ജീവിതത്തിലായിരുന്നു. നമ്മൾ പൗലോസിനെ പോലെ ഫുൾ ടൈം മിനിസ്ട്രിയിലുള്ളവരായിരിക്കത്തില്ല. പക്ഷെ ഫുൾ ടൈം മിനിസ്ട്രിയിലുള്ളവർ മാത്രമല്ല ക്രിസ്തീയ വിശ്വാസം ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പല വിധത്തിൽ, പല സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ പുറത്ത് കാണിക്കേണ്ടവരാണ്, ക്രിസ്തുവിനെ ജീവിക്കേണ്ടവർ. അങ്ങനെയാണ് നമ്മളെ നോക്കി ലോകം നമ്മുടെ വെളിച്ചം കാണുന്നത്. ക്രിസ്തുവിന്റെ ലൈഫ് കാണുമ്പോഴാണ് വെളിച്ചം കാണുന്നത്. അപ്പൊ നമ്മൾ പലയിടങ്ങളിലും നമ്മുടെ പ്രയോറിറ്റീസ് അവിടെ എങ്ങനെയാണ്? എനിക്കിത് നേടണം, യവനെ അടിച്ച് പിന്നിലാക്കിയിട്ട് എനിക്ക് മുന്നേറണം എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റീസ് ജീവിതത്തിലാണ്. പക്ഷെ ക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് അവിടെ ഞാൻ ഇത് വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഭയങ്കര ക്രൂശാണ്, ഭയങ്കര ഇടുക്ക് വഴിയിലേക്കാണ്. ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ വേ ആണ് ആ ട്രാക്ക്. നമുക്ക് സുഖമായിട്ട് അതിനകത്ത് ഓടാൻ കഴിയത്തില്ല. നമ്മളെ ഗ്രേസ് എന്ന ഗ്രീസ് ഇട്ടാണ് ദൈവം തള്ളി വിടുന്നത്. കൃപയാൽ ആണ് നമ്മൾ ഈ ടണലിലൂടെ കടന്നു പോകുന്നത്. അതിനൊരു എൻഡുണ്ട്, അത് ക്രൈസ്റ്റ് ആണ്. ഒരു ദൂരെ നമുക്കൊരു വെളിച്ചം കാണാൻ കഴിയും. രണ്ട് സൈഡ് ഇരുട്ടാണേലും നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ അങ്ങ് എൻഡിൽ ഒരു വെളിച്ചം നമുക്ക് കാണാൻ കഴിയും. അത് ക്രൈസ്റ്റ് ആണ്. അവനാണ് ഹോപ്പ്. അവനാണ് ഈ യാത്രയിൽ എന്നെ നടത്തുമാറാക്കുന്നത്. അപ്പൊ അങ്ങനെ ഞെരുക്കത്തോടെ ഓടുന്ന ഒരാൾക്ക് അതൊരു വലിയ വെളിച്ചമായിട്ടും പ്രത്യാശയായിട്ടും തോന്നത്തുള്ളൂ. പൗലോസ് പറഞ്ഞത് അത് ഓട്ടം ഓടുക എന്നുള്ളത് അത് അത്യാവശ്യമാണ്. അത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ, അതാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിസ്തുവിനെ നാം നേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആ സാങ്ക്ടിഫിക്കേഷൻ. ക്രിസ്തു നിറയപ്പെടുന്ന അവസ്ഥയാണ്. ക്രിസ്തുവാണ് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ. അവൻ വിശുദ്ധനായവൻ, വിശുദ്ധീകരിക്കപ്പെടുന്ന, നമ്മൾ ആ വിശുദ്ധമായത് നമ്മൾ പകരപ്പെടുന്ന ആ അവസ്ഥയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ജീവിക്കുന്നതെല്ലാം എന്താണ്? ക്രിസ്തുവാണ്. എന്റെ എല്ലാ പ്രയോറിറ്റീസും പുറകിലാണ്. ഞാൻ ജീവിക്കുന്നത് പൗലോസ് പറയുന്നത് പോലെ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ്. ഇത് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ലൈഫാണ്? ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തുവിന്റെ ജീവിതമാണ്. എന്റെ ലൈഫല്ല. എന്റെ ജീവിതം ജീവിക്കേണ്ട സമയം കഴിഞ്ഞു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെ എനിക്ക് എന്റെ ജീവിതവും എന്റെ പ്രയോറിറ്റീസും ഒക്കെ നോക്കായിരുന്നു. ഇന്ന് നമ്മുടെ ശരീരത്തെ അവന്റെ രക്തത്താലാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ലോകത്തിലെ നശിച്ചു പോകുന്ന ഒരു സാധനം കൊണ്ടല്ല വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. പക്ഷെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് സ്വന്തം രക്തത്താലായതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് പൗലോസ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രയോറിറ്റി
പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്രിസ്തുവാണ്, കർത്താവാണ്. പൗലോസ് പറഞ്ഞ ആദ്യമൊന്നും സെക്കൻഡ് ഒന്നുമല്ല. പൗലോസ് പറഞ്ഞ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അവനെ നോക്കി ഓടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ സ്വന്തമാക്കിയത് കൊണ്ടാണ്. അപ്പൊ ദൈവം അതുപോലെ തന്നെ 10ാമത്തെ വാക്യത്തില് പൗലോസ് പറയുന്നത് അവനെ അറിയേണ്ടതിനെന്ന് പറയുന്നു. പൗലോസ് ഇനി കർത്താവിനെ എന്തോ അറിയാൻ, അതായത് നമ്മൾ ആത്മാവിന്റെ തലത്തിൽ ക്രിസ്തുവിനെ അറിയുന്നതും പ്രാണന്റെ തലത്തിൽ, അതായത് പൗലോസ് ആണേലും താൻ ആ സാങ്ക്ടിഫിക്കേഷനിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്, താൻ ഇതുവരെ എത്തിയിട്ടില്ല, താനും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്നുള്ളൊരു ദിവസം പൗലോസ് എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക. അപ്പൊ ഈ മൊമെന്റിൽ നടക്കുന്ന പരിപാടിയാണോ ഈ പ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. ഒരു മൊമെന്റിലോ അല്ല ഒരു മെസ്സേജ് കേട്ടിട്ടോ നമ്മൾ പ്രസ് ചെയ്യാൻ പോകുന്നതല്ല. നമ്മൾ ഓരോ ദിവസവും സെക്കൻഡ് ബൈ സെക്കൻഡ് ഈ പ്രസ്സിങ്ങിലാണ്, ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി, ക്രിസ്തുവിനെ പിടിക്കാവുന്നുള്ളവർ. കാരണം അവൻ എന്നെ പിടിച്ചിട്ടുണ്ട്, അവനത് പ്രത്യാശ, അവനെ പിടിച്ചിട്ടുണ്ട്, അവൻ എന്നെ വിശുദ്ധരെ നിഷ്കളങ്കരുമായി നിർത്തും, അതുകൊണ്ട് ഞാൻ അവനെ പിടിക്കാവെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ എന്നെ പിടിച്ചു, നിവർത്തീകരിച്ചു എന്നുള്ളത് സത്യമാണ്. അതിന്റെ അടുത്ത് ഞാൻ മിണ്ടായിരിക്കുകയാണോ? അല്ല. അവൻ എന്നെ പിടിച്ചത് കൊണ്ട് എനിക്കിത് സുഖമായിട്ട് ഓടാം. അവൻ എന്നെ ഈ ഓട്ടത്തിൽ സഹായിക്കും, അവൻ എന്റെ കൂടെ വരും. അപ്പൊ നമ്മുടെ ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു നോ ഹിം, ക്രിസ്തുവിനെ അറിയുന്നതാണ്. ദാറ്റ് ഐ മേ നോ ഹിം, അവനെ അറിയുന്നതും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങളിൽ തന്നെ നിക്ഷേപമാണ്, നമ്മളിൽ തന്നെ നിക്ഷേപമാണ്. അതറിയാവോ? അത് നമ്മൾ വിശ്വാസത്താലാണ് നമുക്ക് വരുന്നത്. നമ്മളെ പലപ്പോഴും ആലോചിക്കും, എന്റെ പാസ്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ പലയിടത്തും പ്രാർത്ഥിക്കാനൊക്കെ പറയും. പക്ഷെ ഈ സാധനം നമ്മുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ടെന്നേ. ഈ റിസറക്ഷൻ പവർ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം ഇട്ടിട്ടുണ്ട്. നമ്മളെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ച, അവന്റെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനാലാണ് നമ്മളെ ഉയർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതേ ആത്മാവിനാലാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ട്. ഈ വിശ്വാസത്താൽ ഞാനല്ലേ ക്രിസ്തുവിന് ജീവിക്കുന്നു, അവനിലുള്ള പൂർണ്ണ ആശ്രയത്താൽ, പൂർണ്ണ ഉറപ്പില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റും തമ്മിലുള്ള ഒരു എന്താണ് ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അത് പുള്ളി കാണിച്ചൊരു കാര്യം, ഫെയ്ത്ത് ഞാൻ മറന്നുപോയി, പക്ഷെ ട്രസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഇമേജിനകത്ത് ഉണ്ടായിരുന്നത് ഈ അപ്പൻ ഒരു കുഞ്ഞിനെ എടുത്ത് മുകളിലോട്ട് എറിയുകയാണ്. ചുമ്മാ ഇങ്ങനെ എറിഞ്ഞു പിടിക്കത്തില്ലേ ടോസ് ചെയ്യുമ്പോൾ. അപ്പൊ എറിയുകയാണ്. എറിയാൻ നേരം കുഞ്ഞു ഭയങ്കരമായിട്ട് കിടന്ന് കൈയടിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. നമ്മളില്ല കൊച്ചു പിള്ളേരെ മുകളിലോട്ട് എടുത്തെറിയുമ്പോൾ അവര് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ആ കൊച്ചിന്റെ സന്തോഷം എന്താണെന്നറിയാവോ? അപ്പൻ എന്തായാലും പിടിക്കും, അപ്പനെ കളയത്തില്ല. അതിനകത്തൊക്കെ സന്തോഷിക്കുക കൊച്ചു. അപ്പനുള്ള വിശ്വാസം ഒരു കുഞ്ഞ് വിശ്വസിക്കുന്നത്. അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാൻ. ആ കുഞ്ഞിന്റെ വിശ്വാസം കണ്ടോ? അപ്പനുള്ള ട്രസ്റ്റാണ്. എറിഞ്ഞാലും ഈ സാധനം മേളിൽ പോയാലും അപ്പന്റെ കയ്യിലോട്ട് വരും, അപ്പൻ എന്നെ കളയത്തില്ല എന്നുള്ള ഒരു ട്രസ്റ്റ്, ആ ഒരു ഫെയ്ത്ത്. അതിന്റെ ഒരു വേറെ ഡൈവേഷനാണ്, ഒരു വേറെ മാനമാണ്, ഡയമെൻഷനാണ് നമ്മൾ ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ, പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ എവിടെ ആയാലും, നമ്മൾ ഏത് തകർച്ചയിലായാലും കർത്താവ് നമ്മളെ കൈവിടത്തില്ലെന്നും, നമ്മൾ നമ്മുടെ വേദനകളുടെ മുന്നിൽ, നമുക്ക് മക്കള് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ നീഡ്, ആഹാരം കഴിക്കാനാണേലും വീടിന്റെ വാടകയാണേലും, ഇതിനൊക്കെ നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനെ കൈവിടത്തില്ലെന്നതിന്റെ മാക്സിമത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ആ ഒരു കോൺഷ്യസ്നസ് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും വരുന്നുണ്ട്. പക്ഷെ ഡെയിലി ലൈഫിൽ നമ്മൾ ക്രിസ്തുവിൽ നിറയപ്പെടേണ്ടതിന് വേണ്ടി നമ്മൾ പാപത്തിൽ വീണു പോകുമ്പോഴും, നമ്മൾ ഓടാനായിട്ട് ശ്രമിക്കുമ്പോൾ മുട്ടുകുത്തി വീഴുമ്പോഴും, വേദന അനുഭവിക്കുമ്പോഴും, പിന്നെ എണീറ്റ് ഓടുമ്പോഴും, ഈ ട്രസ്റ്റ്, പിതാവിനോടുള്ള ആ ഉറപ്പ്, വിശ്വാസം, അത് അവിടാണ് കറക്റ്റ് ആകുന്നത്. അവിടാണ് അത് വരേണ്ടത്. അപ്പൊ ആ ഒരു ഓട്ടത്തിൽ ഈ ടണലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇരുട്ടാണേലും കർത്താവ് എന്നെ പിടിച്ചിട്ടുണ്ട്, അവസാനം എത്തും, എന്നെ കർത്താവ് എത്തിക്കും, വിശുദ്ധനും നിഷ്കളങ്കമായി എന്നെ അവൻ നിർത്തും പിതാവിന്റെ മുന്നിൽ. അത് അവന്റെ വാഗ്ദത്തമാണ്. വാഗ്ദത്തിന്മേലുള്ള ഉറപ്പുള്ളവരായി നമുക്ക് മാറും. അപ്പൊ ക്രിസ്തുവിനെ എങ്ങനെ അനുഭവിക്കുന്നത്? ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ അനുഭവിക്കേണ്ടതിന് വേണ്ടി, അറിയേണ്ടതിന് വേണ്ടി. പൗലോസ് ഇനി അറിയാൻ, നമ്മൾ പല ആൾക്കാരും, നമ്മളെന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കത്തില്ല, ഉദാഹരണം പറയാണ്, പലരും ക്രിസ്തുവിന്റെ ജീവൻ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? രോഗസൗഖ്യത്തിലൂടെ. കർത്താവ് അവരെ എന്നും നടത്തുന്നു. കർത്താവെ, നീ എന്നെ എന്നും ഇങ്ങനെ നടത്തുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം, നീ ജീവിക്കുന്ന ദൈവമാണ് ഞാൻ ഇതിലൂടെ അറിയുന്നു. ഇതിലൂടെ, ഈ രോഗസൗഖ്യത്തിലൂടെ, ഈ ഭക്ഷണം തരുന്നതിലൂടെ ഒക്കെ അറിയുന്നു. അവരറിയുന്നത് എങ്ങനെയാണ്? ഈ അത്ഭുത പ്രവൃത്തിയുള്ള കർത്താവ് ഇത് തന്നെ ആദ്യം പറയുന്നത്. നിങ്ങൾ ഈ കർത്താവ് നദലിനോട് പറഞ്ഞു, നീ അത്തിയുടെ വൃക്ഷത്തിന്റെ കീഴിൽ ഞാൻ ഇരിക്കുന്നു പറയുന്നതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു. ഇതല്ല വിശ്വാസം, ഇതിനപ്പുറമായ ഒരു വിശ്വാസത്തിലേക്ക് നീ വരണം, രക്ഷാകരമായ ഒരു വിശ്വാസം. അപ്പൊ നമ്മളിൽ പലരും ദൈവം ചെയ്യുന്ന ഭൗതികമായ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ അറിയുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് അതൊന്നുമല്ല, അതൊന്നും അന്വേഷിക്കുന്നുമില്ല. രോഗസൗഖ്യം കിട്ടുന്നില്ലെന്നല്ല പറഞ്ഞത്, കിട്ടുന്നുണ്ട്. അന്നുള്ള ദൈവത്തിന്റെ കൃപയും സൗഖ്യമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ തന്റെ ലൈഫിൽ താൻ മെറ്റീരിയലായിട്ടുള്ള തന്റെ നേട്ടങ്ങൾ അന്വേഷിച്ചോ അതിലൂടെ അല്ല ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നത്. ആത്മീകമായിട്ടാണ് ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നത്. കാരണം അങ്ങനെ മെറ്റീരിയലി ആണെങ്കിൽ താൻ അവിടെ ജയിലിലാണ്, തനിക്ക് ഒരു നേട്ടവും ഇല്ല, തനിക്ക് ലാഭമായതൊക്കെ നഷ്ടവും എണ്ണുകയാണ്, തന്റെ ലാഭത്തിനൊന്നും കർത്താവിനെ അറിയുന്നില്ല. താൻ തന്റെ നഷ്ടത്തിലൂടെയാണ് ദൈവത്തെ അറിയുന്നത്. തന്റെ നഷ്ടത്തിലൂടെ ദൈവത്തെ അറിയുകയാണ്. ത്യാഗത്തിലൂടെ തന്നെ എറിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവിനെ അറിയുകയാണ്. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ നമ്മളെ തന്നെ ഉപേക്ഷിക്കാതെ ക്രിസ്തുവിനെ ആത്മീയമായി നമുക്ക് അറിയാൻ കഴിയുകയില്ല.
നമുക്ക് കർത്താവിനെ അറിയണമെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നോ, അല്ലെങ്കിൽ കംഫർട്ട് സോൺ എന്ന് ഞാൻ പറയുമ്പോൾ പല രീതിയിലുണ്ട്. ആത്മീയമായ കംഫർട്ട് സോൺ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ലോകത്തിലെ എല്ലാ ആൾക്കാരും കഷ്ടത അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെടവില്ല. പല ആൾക്കാരും പല കംഫർട്ട് സോണിൽ ഇരിക്കുന്നത്. പക്ഷേ ഈ കംഫർട്ട് സോണിൽ ഇരുന്ന് ദൈവത്തെ അനുഭവിക്കാനാ ഭയങ്കര പാട്. കഷ്ടതയിൽ ദൈവത്തെ വിളിക്കാൻ വളരെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണെന്ന് പലപ്പോഴും തോന്നാം. പക്ഷെ എല്ലാ ആൾക്കാരും ഉണ്ട്, സമ്പത്തുണ്ട്, പണമുണ്ട്, ആരോഗ്യമുണ്ട്. ഇതിനെ മധ്യ കർത്താവെ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ക്രൂശിലെ കർത്താവെ നീ മാത്രമില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരു അടി പോലും എടുത്ത് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ കർത്താവിനെ അറിയുന്നത് എങ്ങനെയാണ്? ഭൗതികമായ ഈ നേട്ടത്തിലൂടെയും സാമ്പത്തികമായ നേട്ടത്തിലൂടെ രോഗസൗഖ്യത്തിലൂടെയും ഒന്നും അല്ല ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് അറിയുന്നത്. മറിച്ച് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നതിലൂടെയാണ് ഞാൻ ക്രിസ്തുവിനെ അറിയുന്നത്. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. പുനരുദ്ധാനത്തിന്റെ ശക്തി എന്തിനാ വ്യാപരിക്കുന്നത്? മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാനാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. വേറെ ഒരു പർപ്പസും പുനരുദ്ധാനത്തിന്റെ ശക്തിക്കില്ല. പുനരുത്ഥാനത്തിന്റെ ശക്തി മർത്യമായതിനെ ജീവിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ മർത്യമായ ശരീരത്തെ ജീവിപ്പാനാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി വരുന്നത്. ആ ശക്തി നമ്മൾ അറിയുമ്പോഴാണ്, സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചില സഹോദരങ്ങൾ, ചില ആൾക്കാരോടൊക്കെ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ കുറച്ച് ദിവസം കർത്താവിന് ക്ഷമയൊക്കെ ചോദിച്ചു, പക്ഷെ പിറ്റേ ദിവസം ഒരു സ്നേഹമൊക്കെ അവരോട് ഞാൻ അറിയാതെ തന്നെ തോന്നുന്ന കാണുമ്പോൾ, അവരോടാണേലും ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരോടാണേലും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഹൃദയം തകർന്നു പോകും. കാരണം ഇത് എന്നിൽ നിന്ന് വരുന്നതല്ല എനിക്ക് വ്യക്തമായി മനസ്സിലായി. ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാനങ്ങനെ അറിഞ്ഞേ, അതിലൂടെ അറിഞ്ഞ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ടെന്ന്. കേവലം രോഗസൗഖ്യമാക്കാൻ ലോകത്തിലെ പണം തരാനൊക്കെ പിശാചിന് മാമോന് കഴിയും പണം തരാൻ. അതിലൊന്നും ക്രിസ്തു ജീവനുള്ള ദൈവമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. മറിച്ച് ക്രിസ്തുവിന്റെ ലൈഫ് എന്നിലൂടെ വരുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്റെ ഉള്ളിൽ കർത്താവ് ജീവിക്കുന്നുണ്ട്, അവൻ ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഓരോ മൂമെന്റിലും നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ ആഗ്രഹം കർത്താവിനെ അറിയേണ്ടതിന് വേണ്ടി, കർത്താവിനെ പിടിക്കാവോന്ന് നോക്കേണ്ടതിന് വേണ്ടി ഒരു ആഗ്രഹം, എന്റെ മനസ്സ് നിറയെ അവനിലേക്ക് അടുക്കാനുള്ള ഒരു ആഗ്രഹം. പല ആൾക്കാർക്കും ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തിരികെ പോകുന്നുണ്ട്. കുറച്ചാൾ മുന്നോട്ട് വരുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല, ചുമ്മാ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ ക്രിസ്തുവിലുള്ള റെസ്റ്റ് ഉണ്ട്. പക്ഷെ ആ റെസ്റ്റ് അല്ല ക്രിസ്തുവിലുള്ള റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്നതല്ല, നമ്മൾ കോൺഷ്യസ് വിട്ടിരിക്കുന്നതല്ല. ക്രിസ്തുവിലാണെന്നുള്ള കോൺഷ്യസ്നെസ് നമുക്കുണ്ട്. ക്രിസ്തുവിലുള്ള റെസ്റ്റ് എങ്ങനെയാണ്? ക്രിസ്തുവിലാണെന്നുള്ള കോൺഷ്യസ്നെസ് ഉണ്ട്. ഇല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള റെസ്റ്റ് എങ്ങനെ? മറ്റത് ഭൗതികമായ റെസ്റ്റ് ആണ്, ചുമ്മാ ഒന്ന് കർത്താവിനെ നോക്കാതെ അന്വേഷിക്കാതെ വെറുതെ ഇരിക്കുന്നത്. അത് റെസ്റ്റ്, ആ റെസ്റ്റ് അല്ല യഥാർത്ഥ റെസ്റ്റ്. ക്രിസ്തുവിലെന്നുള്ള സുബോധത്തോടാണ് നമ്മൾ ഇരിക്കുന്നത്, ചുമ്മാ റെസ്റ്റ് അനുഭവിക്കുകയല്ല. അതുപോലെ തന്നെ ഈ ജീവൻ നമ്മളിലേക്ക് അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് വരുന്നത്, യാക്കോബിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 8-ാമത്തെ വാക്യം, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ നിങ്ങൾ അപ്പം വെറുതെ ഇരിക്കണോ? അപ്പം കർത്താവ് എന്നെ അന്വേഷിക്കുന്നൊന്നുമില്ല, ഞാൻ ഇനി വെറുതെ ഇരിക്കാം എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കാൻ തുടങ്ങിയാലോ? നമ്മുടെ ആഗ്രഹം നമ്മുടെ ഒരു വിശ്വാസം, അതാണ് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയാം. ട്രസ്റ്റ്, ഫെയ്ത്ത്, ഹോപ്പ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണം. പ്രത്യാശ, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ്, സ്നേഹം, വിശ്വാസം. ഈ 3 ഇല്ലാതെ നമുക്ക് ഈ വിശ്വാസത്തിന്റെ ഓട്ടം ഓടാൻ കഴിയത്തില്ല. ഞാൻ റെസ്റ്റ് എടുക്കുന്നതാണേലും ക്രിസ്തുവിനെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് എടുത്ത് വെക്കാം. അപ്പൊ അവനെ അന്വേഷിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു ത്വര, ഞെരുക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അന്വേഷിക്കുന്നവർ കണ്ടെത്തും. അതുപോലെ തന്നെ ഈ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവ് നമുക്ക് ഉള്ളിൽ കിട്ടിയിട്ടാണ് അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിനോട് അടുത്ത് വരുന്നെങ്കിൽ ഞാൻ നിങ്ങളോടും അടുത്ത് വരും. 7-ാമത്തെ വാക്യം, ദൈവത്തോട് അടുക്കാതിരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ് 7-ാമത്തെ വാക്യം. ഈ റെസ്റ്റ് അനുഭവിക്കുന്നവർ അവരെങ്ങനെയാണ് റെസ്റ്റ് അനുഭവിക്കുന്നത് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. ദൈവത്തിന് കീഴടങ്ങിയില്ലെങ്കിൽ പിശാചിനോട് അടുക്കാനുള്ള സാധ്യത ഉണ്ട്. എന്താണ് പിശാച് എന്നുള്ളത് യാക്കോബ് ഉദ്ദേശിക്കുന്നത്? പിശാച് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പിശാചിന്റെ ഈ പ്രവൃത്തികളെ അവൻ അതായത് അവിശ്വാസികളുടെ മേൽ ഭൂതോപദ്രവം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അവൻ പാപത്തിന്റെ ബന്ധനത്തിലേക്ക് അവനെ നയിക്കുന്നതുമല്ല നമ്മൾ പേടി. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഇപ്പൊ ഈ ദൈവത്തോട് അടുത്തില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു സാധ്യതയാണ് ലോകസ്നേഹം, നമ്മളോടുള്ള സ്നേഹം. നമ്മുടെ പ്രയോറിറ്റിയിലേക്ക് തിരിക്കും. ഒന്നീ നമ്മൾ ദൈവത്തിനോട് കോൺഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളിലും ലോക കാര്യങ്ങളിലേക്കും നമ്മുടെ പ്രയോറിറ്റീസിലേക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കും. പലരും ദൈവത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രയോറിറ്റീസിലേക്ക് തന്നെയാണ് ഇരിക്കുന്നത്. കർത്താവ് പറയുന്നത്, നിങ്ങൾ ഒരേ സമയം 2 പേർക്ക് യജമാനായിരിക്കാൻ കഴിയത്തില്ല. 2 യജമാന്മാരെ പറ്റില്ല. ഒന്നീ മാമോൻ അല്ലെങ്കിൽ ദൈവം. ഈ ലോകത്തെ അന്വേഷിക്കുന്നെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ ഒരിക്കലും മാമോൻ. പലപ്പോഴും
ലോകത്തിലെ കാര്യങ്ങൾ നേടേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പണമായാലും സമ്പത്തായാലും നാമോനെ നേടേണ്ടതിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടെ ദൈവത്തിലേക്ക് ചെല്ലുക. അങ്ങനെയുണ്ട്. പക്ഷെ ഇവരൊന്നും ക്രിസ്തുവിന്റെ ലൈഫിലേക്കല്ല പോകുന്നത്. അവരെല്ലാം അവരുടെ ആഗ്രഹത്തിലേക്ക്, അവരുടെ ഇഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് സാത്താനോട് അടുക്കുന്നവർ. ഇതാണ് അവര് മതമാണ് ഫോളോ ചെയ്യുന്നത്. മതമാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നോട് പറയാൻ നിങ്ങൾക്ക് സാധിച്ചു തരാന്ന് പറയുന്നത് അത് റിലീജിയനും സാത്താനുമാണ്. വേറെ ആരും എന്ന് വെച്ചാൽ ലോകത്തിന്റെ മഹത്വങ്ങൾ തരുന്നത് അവന്റെ സിസ്റ്റമാണ്. അല്ലാതെ വേറെ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല മഹത്വങ്ങൾ ലോകത്തിന്റെ മഹത്വം എല്ലാം തരാം. ലോകം അവന്റെ ശത്രുവാണ് എന്നാ പറയാം. ലോകത്തിന്റെ സിസ്റ്റങ്ങൾ ഇവിടുത്തെ നമ്മുടെ ആവശ്യങ്ങളല്ല, കഴിക്കാനും കുടിക്കാനും ഉള്ളതല്ല. മറിച്ച് ബൈബിളിന്റെ സിസ്റ്റം എന്താ? ബൈബിളിന്റെ സിസ്റ്റം ഇന്നത്തുള്ള ദിവസമാണ്. ഇന്നുള്ള ദിവസം അധ്വാനിപ്പിക്കും. ഇന്നത്തുള്ള ദിവസത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കും, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. നാളത്തെ ദിവസത്തെ പറ്റി ആരും ആകുലപ്പെടണ്ട എന്നാ പറയുന്നത്. ഭക്ഷണം അധ്വാനിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും പറയുന്നുണ്ട്. പക്ഷെ ഇന്നുള്ള ദിവസം, നാളത്തെ ദിവസത്തെ പറ്റി അന്വേഷിക്കേണ്ടെന്നാ പറയുന്നത്. അപ്പൊ പിശാചിനോട് എതിർത്ത് നിൽക്കും, അവനെന്നാ നിങ്ങളെ വിട്ട് ഓടിക്കും. പിശാചിനോട് എതിർത്തിരിക്കുന്ന എങ്ങനെയാ? കർത്താവിനെ അന്വേഷിക്കുന്ന ഈ ഓട്ടത്തിൽ, ആ ഓട്ടത്തിൽ പിശാചിനെ എതിർത്ത് നിൽക്കും. പിശാച് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ, ലോകമാ. അവനിലേക്ക് നമുക്ക് ക്രിസ്തുവിലേക്ക് അടുക്കുന്നതോറും അവൻ നമ്മളെ വിട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ക്രിസ്തുവിനോടുള്ള ആഗ്രഹം നിമിത്തം നമ്മുടെ മൈൻഡ് നിറയപ്പെടുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. നമ്മുടെ മനസ്സെന്താ നിറയുന്നത്? അതാണ് നമ്മളെ നയിക്കുന്നത്. നമ്മൾ ദുഃഖത്താൽ നിറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും ദുഃഖമായിരിക്കും. നമ്മുടെ ഉള്ളിൽ ബേർഡനാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ ബേർഡനായിരിക്കും. ആരോടെങ്കിലും ദേഷ്യമാണെങ്കിൽ അന്ന് കാണുന്നവരോട് എല്ലാം പല്ലും ദേഷ്യപ്പെടും. എന്നാൽ ക്രിസ്തുവിനോടുള്ള ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. അവന്റെ ആഗ്രഹം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയണം, അവന്റെ സഫറിങ്സ് അറിയണം, അവന്റെ കൂട്ടായ്മ, അവന്റെ മരണത്തോട്, അവന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മ ആചരിക്കണം, അവനെ പിടിക്കാവുന്നുള്ള ആഗ്രഹത്തിന് കുറെ അത് നിറഞ്ഞിരിക്കും. എന്റെ ഹൃദയം മുഴുവൻ, എന്റെ മനസ്സ് മുഴുവൻ അത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പുറത്ത് വരുന്നതും അതായിരിക്കും, നിയന്ത്രിക്കുന്നതും അത് തന്നെ. അപ്പൊ ആത്മാവിനാൽ നിറയുന്നവരായി മാറുക. എന്താണ് ആത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ? അതിങ്ങനെ ഒരു ബോട്ടില് വെള്ളം ഇങ്ങനെ ഒഴിക്കുക, അത് നിറഞ്ഞു തുണി വരുന്ന അതല്ല ആത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറയുന്നത്. ഈ പായ്ക്കപ്പലൊക്കെ ഇല്ലയോ, ഈ മാറ്റി വെച്ച് തുണി വെച്ച് ഇങ്ങനെ പോകുന്നത്, അത് അതിന്റെ കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നില്ലയോ? ഇൻഫ്ലുവൻസ് ചെയ്ത് കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ച് പോകുന്നത്. ആ ഒരു അവസ്ഥയാണ് പുതിയ നിയമത്തിൽ ആത്മാവിന്റെ നിറവ്. ആത്മാവ് നമ്മൾ ഒരിക്കലും നിറഞ്ഞ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അവസ്ഥയാണ് ആത്മാവിനെ നിറവെന്ന് പറയുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, അതായത് ആ കാറ്റിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പം അവിടെ ആത്മാവ് നിറവ് എന്ന് പറയുമ്പോഴും, ഇവിടെ ക്രിസ്തുവിനോടുള്ള ആഗ്രഹത്തിന്റെ നിറവ് എന്ന് പറയുമ്പോഴും എന്താണ് നിയന്ത്രിക്കുന്നത് നമ്മളെ? ഈ ക്രിസ്തുവിനോടുള്ള അടങ്ങാത്ത ഡിസയർ, ആഗ്രഹം, ഒരിക്കലും അടങ്ങാത്ത ഒരു ആഗ്രഹം, കെടാത്ത ആഗ്രഹം. അതാണ് ഈ ടണലിലൂടെ ഞാൻ ദൂരേക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു വെളിച്ചം, ദൂരെ ഒരു വെളിച്ചം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വെളിച്ചമാണ് എന്നെ ഈ ഇരുട്ടിന്റെ മുന്നിൽ ശക്തീകരിക്കുന്നതും എന്നെ പ്രത്യാശയുള്ള പിടിച്ചു നിർത്തുന്നതും മുന്നോട്ട് വായിക്കുന്നതും. ഈ ട്രാക്കിലൂടെ എന്നെ ബലമുള്ളവനാക്കി മാറ്റുന്നത് ദൂരെ ഞാൻ കാണുന്ന ക്രിസ്തുവിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം അവന്റെ വാഗ്ദത്തങ്ങളാണ്. അതുപോലെ തന്നെ ദൂരെന്ന് നമ്മൾ കാണുമ്പോഴും വിശ്വാസത്താൽ നമ്മൾ മറ്റു കാഴ്ച കാണുന്നുണ്ട്. അവൻ എന്നെ പിടിച്ചിരിക്കുന്നു, അവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, അവൻ എന്നോട് കൂടെ ഉണ്ട്. അതുപോലെ 3:17 പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം 15-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട്. അപ്പൊ പിമ്പിലുള്ളത് മറക്കുകയാണ്, എല്ലാ പാസ്റ്റ് മറക്കുകയാണ്. എല്ലാ 12-ാം അധ്യായത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും, എറസ്, മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജഡീകമായി നമ്മുടെ ഉള്ളിൽ പറ്റിയിരിക്കുന്ന, നമുക്ക് ഒരു ഡെലിവറൻസ് കിട്ടാത്ത പാപങ്ങൾ അറിയാം. എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, എല്ലാം മറക്കുന്നു, എല്ലാം ക്രിസ്തു നിമിത്തം ബാക്കിലോട്ട്, അതെല്ലാം ബാക്കിലാക്കിയിട്ട് മുന്നോട്ടുള്ള ഓർഡർ ഓരോ ദിവസം പുതുക്കണം. അതിന്റെ ബേഡനി കരഞ്ഞോണ്ടിരിക്കുകയല്ല. കർത്താവിനെ നീതീകരിച്ചു, അവനെ പിടിച്ചിട്ടുണ്ട്, അതാണ് എന്റെ പ്രത്യാശ, അവൻ എന്നെ നയിക്കും, അവനെ വിശുദ്ധിയിൽ നിഷ്കളങ്കമായ ഒരു സമയത്ത് തന്നെ ആക്കും എന്നുള്ള പ്രത്യാശയാൽ പിന്നെയും ശക്തിയോടെ ബലപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഓഡിയൻസിന് സൈഡ് ചെയ്യുന്ന ഒരുത്തൻ കല്ലെറിയുന്നു, ചീത്ത വിളിക്കുന്നു. അപ്പം കല്ലെറിയുമ്പോൾ പറയാം ഞാൻ മരിച്ചു. അവനോടുള്ള പ്രതികരിക്കാനുള്ള ആ അർജുൻ അവൻ മരിച്ചു. അപ്പൊ എനിക്ക് ടൈമില്ല. ഇനി അവനോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിലേ ആയി അവനോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നിട്ട് പിന്നെ ഒത്തുതീർപ്പായിട്ട് പിന്നെ വീണ്ടും ഓടാം. അതൊക്കെ ഇച്ചിരി ഡിലേ ആവും. അപ്പൊ ഡിലേ വരുത്തുന്ന കാര്യങ്ങളിലൊക്കെ ബാക്കിലോട്ട് ചെന്ന് അതിനെയൊക്കെ പുറത്താക്കിയിട്ട് മുന്നോട്ട് ഓടാൻ, ശക്തിയോടെ മുന്നോട്ട് ഓടാൻ ഇവിടെ പൗലോസ് പറയുകയാണ്. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ ചിന്തിച്ചോളൂ. അവൻ നമ്മിൽ തികഞ്ഞു എന്ന് ധരിച്ചിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചോ. വല്ലതിലും നിങ്ങൾ വേറെ വിധേയമായി ചിന്തിച്ചാൽ, ഇപ്പം തികഞ്ഞവരുള്ളവരൊക്കെ എങ്ങനെ ചിന്തിക്കണം? തികഞ്ഞിട്ടില്ല, ക്രിസ്തുവിനെ പിടിക്കാന്നുള്ള ഓട്ടത്തില് ആയിരിക്കണം. തികഞ്ഞു എന്ന് ആരും ചിന്തിക്കും. ഇനി വല്ല വിധേയനെ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അത് അല്ലാത്ത പക്ഷേ ഇത് അറിയാനും പറ്റത്തില്ല കേട്ടോ. അതാണ് വേറൊരു കഷ്ടം. ദൈവം ഇത് നമ്മൾ തികഞ്ഞവരാണെന്നും പറഞ്ഞൊരു ഇരിപ്പിരുന്ന് ദൈവം ഇത് വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ നമുക്കിത് അറിയാനും പറ്റത്തില്ല. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു. എന്നാൽ നാം അതുകൊണ്ടാണ് നമുക്ക് ഇന്നെന്നുള്ളൊരു ദിവസം ഒരു മാനസാന്തരം വരുമ്പോൾ അതിനെ ഭയങ്കര
നിധിയായിട്ട് കാണണം എന്ന് പറയുന്നത് ബൈബിളിൽ തന്നെ പറയുന്നത്. പരിജ്ഞാനത്തിന്റെ ഓട്ടം വളരെ ട്രഷറായിട്ട് തന്നെ കാണണം. അപ്പൊ ഇന്നെന്നുള്ള ഒരു ദിവസം ഒരു മാനസാന്തരം വരികയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താൻ, സഹോദരനോട് നിരപ്പ് പ്രാപിക്കാൻ ഒരു അവസരം എന്റെ ഹൃദയത്തിൽ തോന്നുകയാണ്. അപ്പൊ ഇത് ഞാനായിട്ട് കൊണ്ടുവന്ന സാധനമല്ല, ഇത് ദൈവത്താൽ നടന്നതാണ് എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ പെട്ടെന്ന് ആ ഓട്ടത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ പിന്നെ ഡിലേ ആവും, ഹൃദയം കഠിനപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾ രക്ഷയ്ക്കായി ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിപ്പാൻ പറയുന്നത്. രണ്ട് കാര്യമാണ് നടക്കുന്നത്. ഒന്ന്, ദൈവം പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചോ. നമ്മൾ പ്രവർത്തിക്കണ്ടായോ? പ്രവർത്തിക്കണം. അത് കാരണമാണ് ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു മനോബോധം ഭയത്തോടെയും വിറയലോടെയും കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഓടുകയാണ്. 17, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഇനി 18ാമത്തെ വാക്യം, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ. 17ാമത്തെ വാക്യം എന്താ പറയുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ ഇനി പറയത്തുമില്ല. ഞാൻ ആ അവസാന നിമിഷം വരെയും പറയും, ഇനിയും പിടിക്കാനോ. ആ ഓരോ നിമിഷവും പൗലോസ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവനെ പിടിക്കാവോ എന്നുള്ള രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് തന്നെ അനുകരിപ്പിൻ എന്നാ പറയാം. നിങ്ങളും ഇതേ ഓട്ടം തന്നെ ഓടുവിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. അപ്പം എന്നിട്ട് നിങ്ങൾ ഇത് രീതിയിൽ എന്നിട്ട് ഇത് രീതിയിൽ ഓടുന്നവരെയും അംഗീകരിക്കും. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്. എന്താണ് ഈ ക്രൂശിന്റെ ശത്രുക്കൾ? ക്രൂശിന്റെ മരണത്തിന് വിരോധം, അതായത് ക്രൂശീകരണം. ആ ക്രൂശ് അത് അവർക്ക് ഭയങ്കര നല്ല പരിപാടിയല്ല. അതിനെപ്പറ്റി ഒന്നും ആലോചിക്കത്തുമില്ല. അത് പറയുമ്പോൾ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. അവരത് അംഗീകരിക്കത്തുമില്ല. മരണത്തോട് ഏകീഭവിക്കാനുള്ള ആഗ്രഹമില്ല. അവരെന്താ ചെയ്യുന്നത്? അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്നും നാം കാത്തിരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഓട്ടം ഓടാത്ത കുറെ ആൾക്കാരുണ്ട്. അവരെന്താ? ക്രൂശിനെ സംബന്ധിച്ച് അവർ ക്രൂശിലൂടെ അല്ല ഈ ലൈഫിലേക്ക് ഓടുവാനോ ഈ വഴി നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാനോ കഴിയത്തില്ല. ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെയാണ് നമ്മൾ ആ ലൈഫിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് പറ്റുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്രൂശിലേക്ക് ഇറങ്ങി കർത്താവിന്റെ ക്രൂശ് അക്സെപ്റ്റ് ചെയ്ത് എന്റെ പ്രയോറിറ്റീസ് ഒക്കെ ബാക്കിലാക്കി, എന്റെ അഭിമാനം, എന്റെ നാണം, എന്റെ ഷെയിം, ആ സഹോദരനോട് മിണ്ടാനുള്ള എന്റെ ഷെയിം, അതൊക്കെ ബാക്കിലാക്കിയാലേ കർത്താവിനെ അടുത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. ക്രിസ്തു നിമിത്തം അതെല്ലാം ബാക്കിലാക്കണം. ബാക്കിലാക്കിയാലേ, അതെല്ലാം ഉപേക്ഷിച്ചാലേ ക്രൂശിലൂടെ കടക്കാൻ കഴിയത്തുള്ളൂ. ഇടുക്കുവാതിലൂടെ കടക്കണമെങ്കിൽ നമ്മൾ വളരെ തിന്നായിട്ടുള്ള വഴിയാണ്. നമ്മുടെ വസ്ത്രത്തിന്റെ ഈ കട്ടി പോലും ആ വഴിയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകാതിരിക്കും. അപ്പൊ ലഗേജും ബേർഡനൊക്കെ ആയിട്ട്, വലിയ ലഗേജ് ഒക്കെ ആയിട്ട്, ഒരു കണ്ടെയ്നർ നിറച്ച് കുറ്റവും പരിഭവവും പ്രശ്നവും ഒക്കെ ആയിട്ട് വന്ന് ഇടുക്കിന്റെ മുന്നിൽ നിൽക്കുക. എങ്ങനെ കയറുമെന്ന് പറഞ്ഞ് കയറാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ആഗ്രഹവും ഓട്ടവും എല്ലാം എന്തിലേക്ക് നോക്കിയാണ്? 20ാമത്തെ വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഇനി അവസാനം ഒരു പ്രത്യാശയുടെ വാക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോസിക്യൂഷന്റെ നടുവിലും, ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതുമ്പോൾ ഫിലിപ്പിയ സഭ ഭയങ്കര പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നത്. ഭയങ്കര പ്രശ്നങ്ങളുടെ നടുവിലും അവർക്ക് അവരുടെ സഭയെ തന്നെ പല ആൾക്കാരും അവരുടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ആ സമൂഹത്തിൽ തന്നെ പല ആൾക്കാരും ഈ സഭയെ ഒറ്റപ്പെടുത്തുന്നു, അക്രമം നടത്തുന്നു. തുടർന്ന് പൗലോസ് പറയുമ്പോൾ എല്ലാം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇവിടെ എന്റെ മധ്യം നിങ്ങളുടെ പ്രത്യാശ എന്തായിരിക്കണം? നമ്മൾ സ്വർഗത്തിലേക്കുള്ളവരാണ്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന, അവൻ സകലവും കൺട്രോൾ ചെയ്യുന്നു. അവൻ സകലത്തിനുമേലും അവന് കൺട്രോൾ ഉണ്ട്. ആ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് ഈ താഴ്ചയുള്ള ശരീരത്തെ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവസാന പോയിന്റിലേക്ക് എത്തിയാണ്. രക്ഷയുടെ അവസാന ആ പോയിന്റ്, നമ്മുടെ താഴ്ചയുള്ള ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തോട് രൂപാന്തരപ്പെടും. അപ്പൊ രക്ഷ ആദ്യമേ നമ്മൾ നീതീകരിക്കപ്പെടുമ്പോൾ ആത്മാവിന്റെ തലത്തിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ മനസ്സ് വിശുദ്ധീകരണത്തിലൂടെ നമ്മുടെ തീരുമാനം നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹം ക്രിസ്തുവിന്റെ ആഗ്രഹത്തോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവനോട് അടുത്തടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് ഫുള്ള് ക്രിസ്തുവിന്റെ കൺട്രോളിലേക്ക്, ദൈവത്തിന്റെ ശക്തിയുടെ കൺട്രോളിലേക്ക്, ആത്മാവിന്റെ ശക്തിയുടെ കൺട്രോളിലേക്ക് മനസ്സ് മുഴുവൻ വരുന്നു. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ ശരീരം അവന്റെ തേജസ്സിനെ കാണിക്കുന്നു. ക്രിസ്തുവിന്റെ ലൈഫിനാൽ നിറയപ്പെട്ട്, ദൈവത്തിന്റെ ലൈഫിനാൽ നിറയപ്പെട്ട് ശരീരം ക്രിസ്തുവിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ് പ്രത്യക്ഷമാക്കുന്ന രീതിയിലുള്ള ഒരു പൂർണ്ണ രക്ഷയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കുള്ള ഓട്ടം, നമ്മുടെ ഓട്ടം എന്താണ്? നമുക്കൊരു ഓട്ടമുണ്ട്. അത് എവിടുന്ന് തുടങ്ങുന്നു? ക്രിസ്തുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്രിസ്തുവിലേക്ക് പോകുന്നു. ത്രൂ ഫെയ്ത്ത് ബൈ ഗ്രേസ്. അത് എവിടുന്ന്? അങ്ങനെയാണ് അത് ഫ്രം ക്രൈസ്റ്റ് ടു ക്രൈസ്റ്റ്,
ത്രൂ ഫെയ്ത്ത് ബൈ ഗ്രേസ്. അതാണ് നമ്മുടെ ഓട്ടം. ആ ഓട്ടത്തിലേക്കാണ് നമ്മൾ ആയിരിക്കുന്നത്, ആ ലൈനിലാണ് നമ്മൾ ആയിരിക്കുന്നത്. മന്ദതയുള്ളവരാകാതിരിക്കാൻ എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ നമ്മളും ആ ഓട്ടത്തിൽ മന്ദതയുള്ളവരാകാതെ, ഈ പരിജ്ഞാനത്തിന്റെ ഓട്ടം ഇനി ഉണ്ടാകത്തില്ല, ഇതിൽ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി ആഗ്രഹത്തോടെ ക്രിസ്തുവിന്റെ ലൈഫിനുള്ള ഒരു ആഗ്രഹം, പൗലോസ് പറയുന്ന പോലെ ആ പ്രസ്സിങ് ഓരോ സെക്കൻഡുകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ആ പ്രസ്സിങ് പിടിക്കാവുന്ന ഒരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഭരിക്കുമാറാകണം. ആ ആഗ്രഹമാണ് എന്നെ ഭരിക്കേണ്ടത്, ക്രിസ്തുവിനെ പിടിക്കാന്നുള്ള ആഗ്രഹം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.